അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സംഗീത ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗ്രാമി അവാർഡ് ചടങ്ങ് സുവിശേഷ പ്രഘോഷണ വേദിയാക്കി പ്രശസ്ത ഗായകൻ ജെല്ലി റോൾ. 3 ഗ്രാമി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ജെല്ലി യേശു തന്റെ ജീവിതത്തെ എപ്രകാരമാണ് മാറ്റിമറിച്ചതെന്ന് ചടങ്ങിൽ സാക്ഷ്യപ്പെടുത്തി. യേശു ഇല്ലായിരുന്നെങ്കിൽ താൻ ഇതിനോടകം മരിക്കുകയോ ജയിലിൽ അകപ്പെടുകയോ ചെയ്യുമായിരുന്നെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ജെല്ലി പറഞ്ഞു. ഒരു ചെറിയ മുറിക്കുള്ളിൽ തനിക്ക് ആകെയുണ്ടായിരുന്നത് ഈ വലിപ്പത്തിലുള്ള ബൈബിളും ഒരു റേഡിയോയും മാത്രമായിരുന്നു. ആ ദൈവവചനവും സംഗീതവുമാണ് തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മെക്സിക്കോയിലെ ലാപാസ് രൂപതയുടെ എമിരറ്റസ് ബിഷപ്പായിരുന്ന മോൺസിഞ്ഞോർ മിഗ്വൽ ആഞ്ചലസ് ആൽബാഡൈസ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ രാജി ലിയോ 14 പാപ്പ അംഗീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്. 2001 മുതൽ ഏകദേശം 25 വർഷത്തോളം അദ്ദേഹം ലാപാസ് രൂപതയുടെ ഇടയനായി സേവനമനുഷ്ഠിച്ചു. കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹം സഭയെ നയിച്ചിരുന്നു. 71 വയസ്സായപ്പോൾ അദ്ദേഹം വിരമിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും സഭയുടെ നിർദ്ദേശപ്രകാരം തുടർന്നും സേവനമനുഷ്ഠിക്കുകയായിരുന്നു. 2026 ജനുവരി 31 അദ്ദേഹം ഔദ്യോഗികമായി രാജിവെച്ചത്. പീഡിതരായ ക്രൈസ്തവരെ പിന്തുണയ്ക്കുന്നതിനുള്ള മാതൃകാപരമായ ശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉച്ചകോടിയിൽ ഹംഗറിക്ക് ആദരവ്. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് അവാർഡ് സമ്മാനിച്ചത്. പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി ഹംഗറി ഹെൽപ്സ് പ്രോഗ്രാമിലൂടെ നൽകിയ വിശിഷ്ട സേവനങ്ങൾക്ക് സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസ്റ്റൻ അസ്ബേജ് അംഗീകാരം ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉച്ചകോടിയുടെ ഉദ്ഘാടന പരിപാടിക്ക് ഹംഗേറിയൻ എംബസി ആതിഥേയത്വം വഹിച്ചപ്പോൾ തന്നെയായിരുന്നു ആദരവ്. നൈജീരിയയിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന അക്രമസംഭവങ്ങളിലും കൂട്ടക്കൊലകളിലും കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സെക്കോട്ടോ ബിഷപ്പ് മാത്യു ഹസൻ കുക്ക. എല്ലാ ആഴ്ചയും കൂട്ടക്കൊലകൾ തുടരുകയാണെന്നും അത്തരമൊരു രാജ്യത്തിന് എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു. മത സാമുദായിക നേതാക്കളുടെ പങ്കാളിത്തത്തോടെ രാഷ്ട്രീയ സ്ഥാപന തലത്തിലാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. കൂട്ടായ ഉത്തരവാദിത്തമില്ലാതെ സമാധാനം കൈവരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവർ ലേഡി ഓഫ് സുയാപ്പയുടെ തിരുനാൾ ദിനത്തിൽ ദേവാലയത്തിലെത്തി ഹോണ്ടുറസ് പ്രസിഡന്റ് നസ്രി അസ്പൊറ. ഹോണ്ടുറസിന്റെ കാവൽമാലാഖയായ സുയാപ്പ മാതാവിന്റെ 279ാമത് തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ദിവ്യബലിയിലും അദ്ദേഹം സംബന്ധിച്ചു. ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച തെഗുസിഗാൽപ ആർച്ച് ബിഷപ്പ് ജോസ് വിസെന്റെ നാച്ചർ രാജ്യം നീതിയിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായി വളരണമെന്ന് ആഹ്വാനം ചെയ്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.